പറവൂർ കൂട്ടുകാട്ടിലൂടെ പോകുന്നവർ ഒരു നിമിഷം നോക്കി നിൽക്കാതെ പോകാൻ കഴിയാത്തൊരു കാഴ്ചയുണ്ട്. വീട്ടിന്റെ മുകളിലും വഴിയരികിലും അയൽവാസികളുടെ മതിലുകളിലും വരെ പടർന്നു വളർന്ന കടലാസ് പൂക്കളുടെ ഒരു ലോകം. ആ പൂന്തോട്ടത്തിന്റെ പിന്നിൽ 17 വർഷമായി ഹോം ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന ഒരാളുണ്ട്, തോമസ്. അതെ, നമ്മുടെ ഡാൻസിലൂടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം തോമസ് സർ. 17 വർഷമായി ഹോം ഗാർഡായി സേവനമനുഷ്ഠിക്കുന്ന തോമസിന്റെ ജീവിതം ട്രാഫിക് ശബ്ദങ്ങളുടെയും തിരക്കുകളുടെയും ഇടയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ആ തിരക്കുകൾക്കിടയിൽ മനസ്സ് ശാന്തമാകാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് പൂക്കളെ വളർത്തുക. ഏകദേശം 16 വർഷങ്ങൾക്ക് മുൻപ് ചെറിയൊരു തയ്യൽ തുടങ്ങി തോമസിന്റെ കടലാസ് പൂക്കളുടെ യാത്ര. കാലക്രമേണ അതൊരു ഹോബിയായി മാത്രമല്ല, ഒരു ജീവിതശൈലിയായി, ഒരു ആത്മബന്ധമായി മാറി. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിനു മുൻപും വൈകിട്ട് തിരികെ എത്തിയ ശേഷവും പൂക്കളോട് ചിലവഴിക്കുന്ന സമയം തോമസിന് ധ്യാനം പോലെയാണ്. നമസ്കാരം. എൻ്റെ ബോഗൺവില്ല ചെടികൾ ഇപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കണം. വളരെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവമാണ് ഈ ബോഗൺവില്ല ചെടികൾ, അതിൻ്റെ പൂക്കളും. ഇതിൽ നിന്നിട്ട് 2 വചനങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, നമ്മുടെ യേശുദേവൻ പറഞ്ഞത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അത് എൻ്റെ അയൽവക്കത്തുള്ള വീടിൻ്റെ മുകളിലൊക്കെ ഞാൻ എൻ്റെ പൂക്കളും ചെടികളും വെച്ച് എന്നെ കൊണ്ടാവുന്ന വീട്ടിൽ അവർ സ്നേഹിക്കുന്നു, അവർക്കത് സന്തോഷമാണ്. അതേപോലെ തന്നെ ഗുരുദേവൻ പറഞ്ഞേക്കുന്ന വചനം, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവർ അവരന് സുഖത്തിനായി വരയണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് സന്തോഷവും ഉന്മേഷവും ഒരു പ്രോത്സാഹനവും നൽകുന്നതാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു പുഞ്ചിരി വിടർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും മഹത്തായ കർമ്മമായിരിക്കും. ഈ പൂന്തോട്ടത്തിന്റെ പ്രത്യേകത അത് സ്വന്തം വീട്ടുമുറ്റത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. അയൽവാസികളുടെ മതിലുകളിലേക്കും വഴിയരികിലേക്കും പൂക്കൾ പടരാൻ തോമസ് അനുവദിച്ചു. അങ്ങനെ അത് ഒരാളുടെ സ്വകാര്യ പൂന്തോട്ടമല്ലാതെ ഒരു ഗ്രാമത്തിന്റെ സന്തോഷമായി മാറി. ലാൻസൺ ജമ്മാശ്ശേരി ചേന്നമല ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് മെമ്പറാണ്. കൂട്ടുകാട് ഈ പ്രദേശത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്കിവിടെ തോന്നിയത്. ഞാൻ ഈ വഴി കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന ആളാണ്. സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രധാന കഥാപാത്രമായ തോമസ് സാർ, പുള്ളി BSF റിട്ടയർഡായ ഒരാളാണ്. അദ്ദേഹം പറവൂര് വാഹന ഗതാഗതം നിയന്ത്രിക്കുന്ന, ഏറ്റവും വളരെ ഭംഗിയായ രീതിയിൽ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്ന അതിൽ മുഖച്ഛായ, നല്ലൊരു മുഖച്ഛായ പതിപ്പിച്ച ഒരാളും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിന്റെ അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ വഴി കൂടി എപ്പോഴും സഞ്ചരിക്കുമ്പോൾ ഇവിടെ എപ്പോഴും നിറച്ച് പുഷ്പങ്ങളും, പുള്ളിയുടെ വീട്ടിൽ മാത്രമല്ല എൻ്റെ അയൽവാസികളുടെ എല്ലാ വീടുകളിലും മതിലുമ്മലൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല നല്ല ഭംഗിയായിട്ട് കാണാനും വളരെ കണ്ണിന് കൗതുകം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെടികളൊക്കെയാണ് അദ്ദേഹം ഇവിടെ നട്ടുപിടിപ്പിച്ചത്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. തന്റെ ജോലിയിൽ വളരെ ആത്മാർത്ഥമായി മുഴുവൻ സമയവും കായിക അധ്വാനത്തിലൂടെയാണ് അദ്ദേഹം തന്റെ ജോലി നിർവഹിക്കുന്നത്. അതിലും ഉപരി സാമൂഹ്യ സേവന രംഗത്തൊക്കെ വളരെ സജീവമായ അദ്ദേഹം ഈ പൂക്കൾ ഇങ്ങനെ സംരക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെ സമയം കണ്ടെത്തും എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യകരം. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം ഈ ചേന്നമലം പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും മാതൃകയാവണം. കാരണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാവിലെ വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേക്കണം തോന്നുന്നു. അദ്ദേഹം 4 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഈ റോഡുകളൊക്കെ വൃത്തിയാക്കുക, അതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. റോഡുകളൊക്കെ വൃത്തിയാക്കി അവിടുത്തെ ചവറുകളെല്ലാം പറക്കി അതൊക്കെ വളരെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ പഞ്ചായത്തിൽ കൊടുക്കാനുള്ള ശ്രമം നടത്തുകയും, അതുപോലെ തന്നെ ബോഗൺവില്ല ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി. ഇവിടെ ബോഗൺവില്ലകളുടെ ഒരു ശേഖരം തന്നെയാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലും അതുപോലെ ഈ ചുറ്റുവട്ടത്തെല്ലാം മതിലും ഒരു സംഘമായാലും അതിന്റെ തൊട്ടടുത്ത വീടുകളിലും 3 വീടുകളിലൊക്കെ മതിലും വളരെ ഭംഗിയായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ആ ചെടികളൊക്കെ കാത്തുപരിപാലിപ്പിക്കുന്ന ഒരു നല്ലൊരു സ്നേഹിയാണ്, പ്രകൃതി സ്നേഹിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചേന്നമലം പഞ്ചായത്തിന്റെ പേരിലും അതുപോലെ തന്നെ 16-ാം വാർഡിന്റെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകളും നേരുന്നു. ഇതുപോലെ തന്നെ കൂടുതലായിട്ട് ഈ പഞ്ചായത്തിന്റെ പരിസരത്ത് എല്ലാ ഏരിയകളിലും പുള്ളിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ശക്തി നൽകട്ടെ, സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അഭിനന്ദനം. പലരും ചോദിക്കും, ഇത്ര തിരക്കുള്ള ജോലിക്കിടയിൽ എങ്ങനെ ഇതെല്ലാം? തോമസിന്റെ മറുപടി ലളിതമാണ്.
ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താം. ട്രാഫിക് നിയന്ത്രിച്ചു നിൽക്കുന്ന ഒരാൾ ജീവിതത്തിലും സമതുലിതത്വം പുലർത്തുന്ന കഥയാണിത്. കർക്കശമായ യൂണിഫോമിനു പിന്നിൽ നിറങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനസ്സ്. ഇന്ന് കൂട്ടുകാടിലെ തോമസിന്റെ വീട് ഒരു വിലാസം മാത്രമല്ല, പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. ട്രാഫിക് കുരുക്കുകൾ അഴിച്ചുവിടുന്ന കൈകൾ ഇവിടെ പൂക്കളുടെ ലോകവും പണിയുന്നു. ഇനിയും ഒരുപാട് മുന്നേറ്റു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂസ് 1 പറവൂർ.